സൂപ്പർ തല പടം സൂപ്പർ തല അടിപൊളി തല ചേട്ടാ മലയാള പടം ചേട്ടാ പ്രതീക്ഷ സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ്. ഈ ഓണക്കാലം AR തൂക്കിയിരിക്കുകയാണ്. ഇനി കേരളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴ്നാട്ടിലും നമ്മുടെ മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും പടം ഒരു രക്ഷയില്ല. AR മജേന്റെ രണ്ടാം മോഷണം, ടൊവിനോ 3 ക്യാരക്ടേഴ്സ്, അതിൻ്റെ മണിയെന്ന് പറഞ്ഞ ക്യാരക്ടർ എൻ്റെ ദൈവമേ പുള്ളിയെടുത്ത എഫേർട്ട്, ഹാറ്റ്സ് ഓഫ്. ജിതിൻലാലിൻ്റെ 6 വർഷത്തെ കാത്തിരിപ്പ് ഒരു മുത്തശ്ശി കഥ കാണുന്ന പോലെ നമുക്കിങ്ങനെ കാണാം. ഒരുപാട് നല്ല സ്ക്രീൻസ്, എന്താ പറയുക, ഫ്രെയിംസ്. 3D കാണാൻ പറ്റില്ല, ആ ഒരു വിഷമമുണ്ട്. ഇനി 3D ഒന്നുകൂടി കാണണം, 2D കാണാൻ പറ്റുള്ളൂ. സോ ഡു വാച്ച് ഇറ്റ് ഓൺ. നല്ല തിയേറ്ററിൽ പോയി കാണാം. അടിപൊളിയായിരുന്നു. ഫ്രെയിംസ് ആയാലും പെർഫോമൻസ് ആയാലും മേക്കിംഗ് വൈസ് പൊളിച്ചു. ജിതിൻലാൽ ഹാറ്റ്സ് ഓഫ്. 6 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ അല്ല. ഇത് ടൊവിനോറെ പ്രതീക്ഷിക്കാത്ത ഒരു വെറൈറ്റി പടയാണ്. നമ്മൾ മിന്നൽ മുരളി ഒന്നും പോലല്ല, അത് കാട്ടി വേറെ. കാരണം 3 ക്യാരക്ടർ, സൂപ്പർ മ്യൂസിക്കും അതൊക്കെ വേറെ ഇതായി. കോമഡിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ഒരു സീരീസൺ ആയാലും, പക്ഷേ ഇത് ഇപ്രാവശ്യം ഓണം ഈ പടം കിടക്കാഴ്ചയായി പൊളിച്ചിറക്കി. ഇത് ടൊവിനോറെ 3 ഗെറ്റപ്പ് അത് വേറെ ലെവലായി. ഇതിപ്പോൾ ഇങ്ങനൊരു വെറൈറ്റി പടം ഞാൻ സ്വപ്നത്തിന് വിചാരിച്ചില്ല. സംഗതി പൊളിച്ചടുക്കി വന്നതായാലും മുതലായി. ഇപ്രാവശ്യത്തെ ഓണം ഏതായാലും അജയം കൊണ്ടുപോയി. എന്ന് വെച്ചാൽ കിടിലും വർക്ക്, DOP ഒക്കെ തകർപ്പനായിട്ടുണ്ട്. നല്ലൊരു കഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മുത്തശ്ശി കഥകളൊക്കെ കാണുന്ന പോലെ തന്നെ സൂപ്പറായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞ പടം അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല വർക്കൊക്കെ ഗംഭീര വർക്ക് ചെയ്തിരിക്കുന്നത്. DOP എല്ലാം സൂപ്പർ കേട്ടോ. മസ്റ്റ് വാച്ച്. ഓണം തൂക്കി, ഓണം ടോവിന് തൂക്കി, ഒന്നും പറയാനില്ല. പടം അടിപൊളി പടമാണ്. നമുക്ക് ഭയങ്കര, കാരണം ഓണം തകർത്തു എന്ന് തന്നെ പറയാം. കാരണം ടൊവിനോ തോമസിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഇതിൻ്റെ 3D സാങ്കേതിക വിദ്യയിൽ ഇത്രയും നല്ല മികവുറ്റ ഒരു സിനിമ ജിതിൻലാൽ എന്ന് പറയുന്ന സ്വതന്ത്ര ഡയറക്ടർ സംവിധാനം ചെയ്തെന്ന് പറയുമ്പോൾ അതിശയം തോന്നുന്നതാണ്. കാരണം അദ്ദേഹത്തിന് ഇനി തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം മലയാളത്തിലെ മികച്ച ഒരു ഡയറക്ടറായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിൻ്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ലാഗടിപ്പിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട് വർക്ക്, 3 കാലഘട്ടം ചിത്രീകരിക്കുന്ന ആർട്ട് വർക്ക് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മളെ അഭിനേതാവ് എന്ന് പറയുമ്പോൾ ടൊവിനോ തോമസ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ എക്കാലത്തെ സൂപ്പർ സ്റ്റാർ സിനിമകളിൽ ഒന്നായിട്ടുള്ള, അതായത് വളരെ ഹിറ്റായിട്ടുള്ള സിനിമകൾ, ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന ചന്തുവിൻ്റെ കഥാപാത്രം. ഇതിൻ്റെ എനിക്കൊന്ന് ചന്തുവിൻ്റെ 2ാം ഭാഗം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൊവിനോ തോമസിൻ്റെ കരിയറിലെ ടൊവിനോ തോമസ് എന്ന് പറയുന്ന നടൻ ജൂനിയർ മമ്മൂക്ക ആവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്ന ഒരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ്. 3 കഥാപാത്രങ്ങൾ വളരെ ഭംഗിയായിട്ടും വളരെ പക്വതയോടുകൂടി ഈ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുക. അതേപോലെ ജഗദീഷ് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഹരീഷ്, ബിജുക്കുട്ടൻ ചേട്ടൻ, അതുപോലെ തന്നെ ഒരുപാട് ആക്ടർമാർ, എല്ലാവരും നല്ല, സുരഭി എന്നൊക്കെ പറഞ്ഞാൽ നല്ല തെളിഞ്ഞ ആക്ടർമാരാണ് എല്ലാവരും. നല്ല ഇത് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. അത് മാത്രമല്ല, ഇന്നലെ ടൊവിനോ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു മീഡിയയിൽ കരയേണ്ട ഒരു അവസരം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ഇനി കരയേണ്ടി വരില്ല. കാരണം ഇത് ബ്ലോക്ക് ബസ്റ്റർ തൂക്കിയടിച്ച് ഓണം ടൊവിനോ തോമസ് എന്ന് പറയുന്ന കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ടൊവിനോ തോമസ് തൂക്കിയടിച്ചിരിക്കുകയാണ് ഈ പടം. ഒരു രക്ഷയെല്ലാം ബ്രില്യൻ്റ് പടം. സൂപ്പർ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ സീൻസും കൊള്ളായിരുന്നു. അങ്ങനെ അതെ, അവള് നല്ല രസമായിട്ട് ചെയ്തു എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. നായികയുടെ ഒരു സിമിലാരിറ്റി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു അവനിയുടെ ചെറുപ്പകാലത്തിൽ. അപ്പോൾ വളരെ നന്നായിട്ട് ജിതിൻ അത് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.